23 ഗ്രാം MDMA-യുമായി തിരുവേഗപ്പുറ സ്വദേശികളായ 2 പേർ പിടിയിൽ. തിരുവേഗപ്പുറ കൈപ്പുറ സ്വദേശി തച്ചലക്കുഴയിൽ വീട്ടിൽ ഷിബിൽ അർഷാദ്, തിരുവേഗപ്പുറ ഞാവലുങ്കാട് സ്വദേശി കല്ലുവെട്ടിക്കൽ വീട്ടിൽ മുഹമ്മദ് മിർഷാദ് എന്നിവരെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത്. നേരിട്ട് MDMA ആവശ്യക്കാർക്ക് നൽകാതെ ഓൺലൈനായി MDMA വ്യാപാരം നടത്തുകയാണ് ഇവരുടെ രീതി. ഗൂഗിൾ പേ വഴി പണം കൈമാറുന്ന ആവശ്യക്കാർക്ക് MDMA നിശ്ചിത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച ശേഷം പ്രദേശത്തെ ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുത്ത് ആവശ്യക്കാർ അവിടെ വന്ന് കളക്ട് ചെയ്യുന്നതാണ് പ്രതികളുടെ വിൽപ്പന രീതി. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. ഇന്നലെ നമ്മൾ വളാഞ്ചേരി ആദവനാട് മാട്ടുമിൽ എന്ന പ്രദേശത്ത് നിന്നും 22.64 ഗ്രാം കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയുള്ള MDMA നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാളയാർ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു SI പ്രമോദ് എന്ന് പറയുന്ന അദ്ദേഹം പരിശോധനയ്ക്കിടയിൽ, വാഹന പരിശോധനയ്ക്കിടയിൽ 2 ചെറുപ്പക്കാരെ തടഞ്ഞു വെക്കുകയും അവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിലാണ് ഇങ്ങനെ ഒരു MDMA വളാഞ്ചേരി മാട്ടൂൽ എന്ന പ്രദേശത്ത് ഇവർക്ക് ഉപയോഗിക്കാനും വിൽപ്പനയ്ക്കായിട്ട് ഒരു കച്ചവടക്കാരെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാട്സപ്പ് മെസ്സേജും ലൊക്കേഷൻ കിട്ടുന്നത്. ഉടൻ തന്നെ SI എന്നെ വിളിച്ചു പറഞ്ഞതിൽ ഞാൻ എൻ്റെ ASI സജികുമാർ, അതേപോലെ തന്നെ SCPO കിഷോർ, ഡ്രൈവർ സബീഹ് ഇവരെ കൂട്ടി സ്ഥലത്തെത്തി. രാത്രി ഒരു അരമണിക്കൂറോളം നമ്മൾ തിരഞ്ഞു, നാട്ടുകാരെയും കൂട്ടിയിട്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ MDMA പൊതി കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ആ മെസ്സേജ് ശരിയാണ് എന്ന് കൃത്യമായി മനസ്സിലായപ്പോൾ വാളയാർ സ്റ്റേഷൻ വിളിച്ച് വിവരം പറഞ്ഞു. ആ പ്രതികളെ വാളയാർ പോലീസ് നമുക്ക് കൈമാറി. അപ്പൊ ഇവർക്ക് കഞ്ചാവ് MDMA കൊടുത്തിട്ടുള്ളത് തിരുവേഗപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരാണ്. അയാളെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാനുണ്ട്, ആ പ്രതിയെ കൂടി കിട്ടാനുണ്ട്. അയാൾക്ക് ആ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ പ്രതിക്ക് മുമ്പ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി MDMA കടത്തിയതിന് ഒരു കേസ് നിലവിലെ മനസ്സിലായിട്ടുണ്ട്. ഈ 2 പ്രതികൾക്കും ഒരു 27B കേസ് മാത്രം മുന്നേ ഉള്ളത്. അപ്പോൾ ഈ മാഫിയകൾ നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ പല നൂതന മാർഗങ്ങളും അവലംബിക്കുന്നുണ്ട്. നേരിട്ട് കഞ്ചാവ് അല്ലെങ്കിൽ MDMA കൈവശം കിട്ടാതെ സോഷ്യൽ മീഡിയ വഴിയും മറ്റ് ആധുനിക സൗകര്യങ്ങൾ വഴിയും രഹസ്യമേ ഒളിപ്പിക്കുകയും പിന്നീട് ലൊക്കേഷൻ അയച്ചു കൊടുത്ത് അവിടെ പോലീസിനെ കിട്ടാതെ ആ മെസ്സേജ് അവർ കണ്ട ഉടനെ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് സ്നാപ്ചാറ്റ് പോലുള്ള സങ്കേതം ഉപയോഗിച്ച് മായ്ച്ചു കളയുകയും ഒക്കെ ചെയ്ത ശേഷം ആ MDMA അല്ലെങ്കിൽ കഞ്ചാവ് അവര് 2 വീലർ ഒന്ന് എടുത്തു കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. കൃത്യമായ വിവരം യഥാസമയം നമുക്ക് വാളയാർ പോലീസ് ടീം കൈമാറിയപ്പോഴാണ് ഇത് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പോലീസ് കൂടുതൽ അന്വേഷിക്കുകയാണ്. ഇതിന്റെ സോഴ്സ് എവിടെയാണ്, ബാംഗ്ലൂരിൽ നിന്നാണ് സോഴ്സ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് സപ്ലൈ ചെയ്തിട്ടുള്ള, അതോട് കൊണ്ടുവച്ചിട്ടുള്ള ആ 3-ാം പ്രതി കിട്ടുന്നതോടുകൂടി പൂർണ്ണമാവുകയുള്ളൂ.